ഹായ്, ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ ഈ സാധാ പ്ലൈവുഡ് ഡോർ, അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സാധാ പ്ലൈവുഡ് ഡോർ ആണ്. ഇത് നമ്മളൊരു ഡിസൈൻ ഡോർ ആക്കി മാറ്റുകയാണ്. അതായത് നമ്മൾ സ്റ്റിക്കറും അതേപോലെ തന്നെ പെയിന്റും ഉപയോഗിച്ചിട്ടാണ് ഈ ഡോർ നമ്മളൊരു അടിപൊളി ഡോർ ആക്കി മാറ്റാൻ പോകുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ എന്നൊന്നും പറയാനല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് സ്റ്റിക്കറും പെയിന്റും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു അടിപൊളി ഡിസൈൻ ഡോർ ആക്കി മാറ്റാൻ പോവുകയാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ ഇതാ നമ്മുടെ പ്ലൈവുഡ് ഡോറിൽ പ്രൈമർ നമ്മൾ മുന്നേ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ വാങ്ങിയ സ്റ്റിക്കറാണിത്. 45 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി. അത് നമ്മൾ ഇതിൻ്റെ നടുഭാഗത്താണ് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അളവ് വെച്ചതിന് ശേഷം നമ്മളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്, 2 ഭാഗവും ഡോറിൻ്റെ. അപ്പോൾ ആ 2 ഭാഗം വരച്ചെടുക്കുന്ന അതായത് ഡോറിൻ്റെ 2 സൈഡ് ഭാഗങ്ങളിലാണ് നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റാണ് അടിക്കുന്നത് 2 സൈഡ് ഭാഗങ്ങളിലും. ഇത് നമ്മൾ ബ്ലാക്ക് തിരഞ്ഞെടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിക്കറിന് യോജിച്ച കളറായതുകൊണ്ടാണ് നമ്മളിത് ബ്ലാക്ക് കളർ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സ്റ്റിക്കർ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് കളറുകളൊക്കെ തിരഞ്ഞെടുക്കാം. അതല്ലാതെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിക്കറിലും നമുക്ക് ഡോറുകൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ 2 സൈഡ് ഭാഗങ്ങൾ നമ്മൾ പെയിന്റ് അടിച്ചെടുത്തു. ഇനി ഈ പെയിന്റ് ഉണങ്ങണം. ഈ ഉണങ്ങിയിട്ടാണ് നമുക്ക് സ്റ്റിക്കർ വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ പെയിന്റ് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. 2 ഭാഗത്ത് നമ്മൾ അടിച്ച പെയിന്റ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ സ്റ്റിക്കർ വർക്ക് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റിക്കർ. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കറിൻ്റെ തുടക്ക ഭാഗം കുറച്ച് ഭാഗം ഇതേപോലെ ഒന്ന് നമ്മൾ പൊളിച്ചു വെക്കുന്നുണ്ട് ആദ്യം. അതേപോലെ കുറച്ച് ഭാഗം സ്റ്റിക്കർ പൊളിച്ചതിന് ശേഷം നമുക്ക് ഇത് ഡോറിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ നടുഭാഗത്ത് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ അതവിടെ ഒട്ടിക്കുന്നുണ്ട്. ഇതേപോലെ കൈകൊണ്ടൊന്ന് ഉഴിഞ്ഞ് കൊടുത്ത് നമ്മളത് ഒട്ടിക്കുന്നുണ്ട്. അത് കറക്റ്റ് ലെവലിൽ നമ്മൾ നോക്കിയിട്ട് വെക്കണം. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇനി നമ്മളൊരു വൈപ്പർ എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ വൈപ്പർ. ഇത് വെച്ചിട്ടാണ് നമ്മളിത് എയർ കടക്കാതെ വളരെ ഭംഗിയായിട്ട് ഇത് ഒട്ടിച്ചെടുക്കാൻ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഈ വൈപ്പർ. അപ്പോൾ ഈ വൈപ്പർ വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അപ്പോൾ അടിഭാഗത്ത് നിന്ന് സ്റ്റിക്കറിൻ്റെ അതായത് അടിഭാഗത്തെ പേപ്പർ നമ്മൾ കുറച്ച് താഴ്ത്തി വെച്ചതിന് ശേഷം 2 ഭാഗവും പിടിച്ച് താഴ്ത്തിയാൽ നമുക്ക് നന്നായിട്ട് അത് പൊളിഞ്ഞു പോകുന്നുള്ളൂ. അതേപോലെ താഴ്ത്തി വെച്ചതിന് ശേഷം കുറച്ച് ഭാഗം മാത്രം. അതിന് ശേഷം നമ്മൾ ഈ വൈപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് ഉഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. എയർ ഇല്ലാതെ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കറക്റ്റിൽ അതേപോലെ ഉഴിഞ്ഞു കൊടുത്ത് നമ്മൾ ഒട്ടിക്കുന്നത്. കുറച്ച് ഭാഗം നമ്മൾ സ്റ്റിക്കർ പൊളിച്ച് വെക്കുന്നു, പിന്നെ നമ്മൾ ഈ വൈപ്പർ കൊണ്ട് ഇതേപോലെ നന്നായിട്ടിത് ഉഴിഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതേപോലെയാണ് നമ്മൾ മുഴുവനായിട്ട് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ സ്റ്റിക്കറിൻ്റെ ഉൾഭാഗത്തെ പേപ്പർ ഇതേപോലെ താഴ്ത്തി കൊടുത്താൽ പൊളിഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ നന്നായിട്ട് നമുക്ക് ഈ വൈപ്പർ കൊണ്ട് ഇതേപോലെ ഉഴിഞ്ഞു കൊടുക്കുകയും ചെയ്യും. നന്നായിട്ട് തുടച്ച് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഡോറിലെന്നല്ല എവിടെയും നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ഇതേ രീതിയിലാണ് ഇത് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ അടിഭാഗം വരെ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞ് ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം.
അപ്പൊ ചിലർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ സ്റ്റിക്കർ പെട്ടെന്ന് പൊളിഞ്ഞു പോരുമെന്നുള്ളത്. ഇത് പൊളിഞ്ഞൊന്നും പോരുട്ടോ. നല്ല ഗമ്മ്, നല്ല അടിപൊളിയായിട്ട് ഒട്ടി നിൽക്കുന്ന സ്റ്റിക്കറുകളാണിത്. ഇത് കണ്ടില്ല, ഇത് നമുക്ക് പൊളിക്കാനൊന്നും കിട്ടില്ല അത്ര വേഗം. നമുക്ക് അത്രയും മെനക്കെട്ട് പൊളിച്ചാൽ മാത്രമേ ഇത് നമുക്ക് പൊളിഞ്ഞു പോലുള്ളൂ. അപ്പൊ അതാ കുട്ടികൾക്കൊന്നും പൊളിക്കാനൊന്നും കിട്ടില്ല. വളരെ ഉഷാറായിട്ട് നല്ല ഗമ്മാണ്, അടിപൊളിയായിട്ട് ഒട്ടി നിൽക്കുന്നത്. അത് പൊളിക്കാനൊന്നും കഴിയില്ല നമുക്ക്. അതേപോലെ തന്നെ ഇതിന്റെ മുകളിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളൊക്കെ ആയാൽ നമുക്ക് വെള്ളം അതായത് ഉപയോഗിച്ചിട്ട് തുടച്ച് ഒഴിവാക്കുകയും ചെയ്യാം. അതായത് എന്തെങ്കിലും അയക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നനച്ച് തുടച്ച് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു പ്രശ്നവുമില്ല, ഒന്നും ആവില്ല. അപ്പൊ അത് നമ്മുടെ ഡോറ്, അതായത് പ്ലൈവുഡ് ഡോറ് പെയിന്റും സ്റ്റിക്കറും കൊണ്ട് അടിപൊളി ഒരു ഡിജിറ്റൽ ഡോറാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മുടെ സാധാരണക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞ് ഐഡിയ എന്നൊന്നും പറയാനില്ല. വളരെ സിമ്പിൾ ആയിട്ട് ആരെങ്കിലും ഡോർമൽ ഇത് ചെയ്ത് കാണാനില്ല, ചുമരിൽ വാളിലൊക്കെ ഇത് ചെയ്ത് കാണാനില്ല ഈ സ്റ്റിക്കർ. അപ്പൊ നമ്മളൊന്ന് പ്ലൈവുഡ് ഡോറിൽ, അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലൈവുഡ് ഡോറിൽ നമ്മൾ ചെയ്ത് നോക്കിയാണ്. പക്ഷെ അത് നമ്മൾ വിചാരിച്ചതിലും നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ പെയിന്റ് ഇല്ലാതെ വെറും സ്റ്റിക്കർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. 2 തരം സ്റ്റിക്കർ വാങ്ങിയാൽ മതി. അതായത് പ്ലെയിൻ സ്റ്റിക്കറും അതേപോലെ തന്നെ ഇതേപോലെ ഡിസൈൻ സ്റ്റിക്കറും വാങ്ങിയാൽ നമുക്ക് ബോർഡർ ഒക്കെ ഇതേപോലെ പ്ലെയിൻ സ്റ്റിക്കറും അതേപോലെ നടുഭാഗത്ത് ഇതേപോലെ ഡിസൈൻ സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചാൽ വളരെ ഭംഗിയാവും. വളരെ ഏത് മോഡലും നമുക്ക് സ്റ്റിക്കറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഓൺലൈനിലൊക്കെ നമുക്ക് ഏത് മോഡലും കിട്ടും. വളരെ തുച്ഛമായ വിലയുള്ളൂ. ഇതിപ്പോ 6 മീറ്റർ ഈ സ്റ്റിക്കറിന് നമുക്ക് വെറും 199 രൂപ മാത്രമേ വിലയുള്ളൂ. ആ ദീപാവലി ഓഫറിന്റെ സമയത്ത് നമ്മൾ വാങ്ങിയതാണ്. അപ്പൊ വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഡോറിന് ഞാൻ പറഞ്ഞില്ല, വളരെ കുറഞ്ഞ പൈസക്ക് ഒരു 100 രൂപ ചെലവിന് നമുക്ക് ഇതേപോലെ നമ്മുടെ പ്ലൈവുഡ് ഡോർ, അതായത് പ്ലെയിൻ ആയിട്ടുള്ള പ്ലൈവുഡ് ഡോറാണ് കെട്ടില്ല, പ്ലെയിൻ ആയിട്ടുള്ള പ്ലൈവുഡ് ഡോറാണ്. ഈ ഡോറാണ് നമ്മൾ ഇതേപോലെ ഡിസൈൻ ഡോറാക്കി മാറ്റിയത്. അപ്പൊ ഇത് അടിപൊളിയാണ്. നമുക്ക് വളരെ ഭംഗിയായി നമുക്ക് ചെയ്യാം, ഏത് രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ ഡോറും അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.